ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ വ്രജപതേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗ്രഹ്ണത ഗോപികാ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ. ഭയത എന്ന് പറഞ്ഞാൽ ഭയത്തെ നൽകുന്നത്. ഘോഷണ ഭീഷണ വിഗ്രഹ, ഇവിടെ ഭയത്തെ നൽകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഘോഷണ ശബ്ദത്തോടു കൂടിയ ഭീഷണ വിഗ്രഹ. വിഗ്രഹം എന്നാൽ രൂപം. ഭീഷണ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വളരെ ഘോരമായിട്ടുള്ള ഒരു രൂപം. അപ്പോൾ ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടുകൂടി ഈ ശബ്ദം കേട്ടുകൊണ്ട് ഓടിയെത്തിയ ആ ഗോകുലവാസികളൊക്കെ കണ്ടത് വളരെ ഭയാനകമായ ഘോരമായ ഒരു രൂപത്തെയാണ്. ശ്രവണ ദർശനമോഹിതവല്ലവേ. ഈ ഒരു ശ്രവണം ശബ്ദം കേട്ടതുകൊണ്ടും ദർശന രൂപത്തെ വന്ന് കണ്ടിട്ടും മോഹിതവല്ലവേ സംഭ്രമിച്ചു പോയ. മോഹിത എന്നാൽ സംഭ്രമിച്ച വല്ലവേ ആ ഗോപീജനങ്ങൾ, ഗോപസ്ത്രീകൾ. വലിയൊരു ശബ്ദം കേൾക്കുന്നു, അത് കേട്ടിട്ട് ഓടിയെത്തുന്നു ഗോപസ്ത്രീകൾ. വന്ന് കണ്ടപ്പോഴാകട്ടെ ആ ശബ്ദത്തിൽ തന്നെ ഒന്ന് കിടുങ്ങിപ്പോയി ആ ഗോകുലം ഒന്നാകെ. അവിടെ നിന്നും ഓടിയെത്തിയ ഗോപസ്ത്രീകളാകട്ടെ ഇവിടെ വന്ന് കാണുന്നത് വളരെ ഘോരമായിട്ടുള്ള ഒരു രൂപത്തെയാണ്. ഈ ശബ്ദത്തിൻ്റെ ഭയാനകതയും രൂപത്തിൻ്റെ ആ ഭീമാകാരമായിട്ടുള്ള ഘോരമായിട്ടുള്ള ആ രൂപം, രാക്ഷസീയ രൂപം, അവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു രൂപത്തെ, ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തെ ഇങ്ങനെ അടുത്ത് കാണുന്നത്. അതാകട്ടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു രൂപമാണ്, വലിയൊരു സ്ത്രീരൂപം. ഇത്ര വലിയൊരു രൂപത്തെ അവർ ഇതുവരെ കണ്ടിട്ടുകൂടിയില്ല. അവരാകെ സംഭ്രമിച്ചു പോയി, ഭയപ്പെട്ടു പോയി. വ്രജപതേ എന്ന് പറഞ്ഞാൽ ആ അമ്പാടിയിൽ, ആ ഗോകുലത്തിൽ. തദുരസ്ഥലഖേലനം, തത് ഉരസ്ഥല, തത് അങ്ങനെ കിടക്കുന്ന ആ പൂതനയുടെ ഉരസ്ഥലം മാറിടത്തിൽ. ഖേലനം, ഇതെന്താ കാണുന്നത്? അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ആര്? നനു ഭവന്തമഗ്രഹ്ണത, ഭവന്തം അഗ്രഹ്ണത. ആരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന? ഭവന്തം, എൻ്റെ ഭഗവാനെ. അവിടുന്ന് ആ പൂതനയുടെ മാറിടത്തിൽ പാലൂടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് അങ്ങനെ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കയ്യും കാലും ഒക്കെ ഇട്ട് ഇളക്കി അങ്ങനെ കളിക്കുന്നുണ്ട്. വയറ് നിറഞ്ഞേ, മനസ്സ് നിറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ. തന്നെ തേടിയെത്തിയ ഒരാളിനെ തന്നോട് ചേർക്കുവാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ വയറും നിറഞ്ഞ്, പാല് കുടിച്ച് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ആ ഉണ്ണി അങ്ങനെ പൂതനയുടെ മാറിടത്തിൽ കിടന്ന് കളിക്കുകയാണ്. അത് കണ്ടിട്ട് നനു എന്ന് പറഞ്ഞാൽ ഇവിടെ ആ സ്ത്രീകൾക്കൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു കണിക അവരുടെ ഉള്ളിൽ, അതായത് ഭയപ്പെട്ട് നിന്നിരുന്ന ചിത്തത്തോടു കൂടിയ അവരുടെ ഉള്ളിൽ ആശ്വാസത്തിൻ്റെ ഒരു കണിക അപ്പോഴാണ് വീണത്. തങ്ങളുടെ ആ ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സ്ത്രീ ഇപ്പോൾ പാല് കൊടുത്തുകൊണ്ടിരുന്നതല്ലേ, സ്ത്രീ മരിച്ചു വീണു. ഇതിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? എന്നിട്ടും ആശ്വാസമായി. എന്താ, ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു സമാധാനം. പെട്ടെന്ന് തന്നെ അഗ്രഹ്ണത, ഭവന്തമഗ്രഹ്ണത, ഭഗവാനെ അവിടുത്തെ ഓടിച്ചെന്ന അഗ്രഹ്ണത ഓടി വന്ന് അങ്ങോട്ട് വാരിയെടുത്തു. ആ വലിയ രൂപത്തിന് പുറത്ത് അങ്ങനെ താഴെ നിന്ന് എടുക്കാവുന്ന ഒരു രൂപമല്ല, വലിയൊരു ഭയാനക രൂപമാണ് പൂതന. ഇങ്ങനെ ചത്തുമലിച്ച് കിടക്കുന്ന ആ പൂതനയുടെ ശരീരത്തിലേക്ക് തങ്ങളുടെ ഉണ്ണി അവിടെ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ
അവിടെ ആ പൂതനയുടെ മാറിടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഗോപസ്ത്രീകൾ വന്ന് ആര് കയറണം ആ പൂതനയുടെ ശരീരത്തിൽ ആര് കയറി എടുക്കുമെന്നുള്ള ചിന്തകൾക്കൊന്നും നിന്നില്ല, ഇടം കൊടുത്തില്ല. കണ്ടവരൊക്കെ ഓടി പൂതനയുടെ ശരീരത്തിലേക്ക് ആ സംഭ്രമം ഒന്ന് വിട്ടപ്പോൾ കയറുകയാണ് ചെയ്യുന്നത്. എന്താ, ഉണ്ണിയെ ഇങ്ങ് സുരക്ഷിതമായി താഴെ എത്തിക്കണം. കയറി ആ ഉണ്ണിയെ വാരി അങ്ങെടുത്തു. ഗോപിക എന്ന് പറഞ്ഞാൽ ആ ഗോപാംഗനകൾ. ഇതൊന്നും ആ സമയത്ത് യശോദാമ്മ അറിയുന്നേയില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ട് യശോദാമ്മയേക്കാൾ മുൻപേ ഓടി വന്നവരാണ് ഈ ഗോപസ്ത്രീകളൊക്കെയും. തന്നെയല്ല, അവിടെ അപ്പോൾ കുറേ ഗോപസ്ത്രീകൾ നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗോപസ്ത്രീകൾ ഉണ്ണിയെ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. യശോദാമ്മ വന്ന് കാണുന്നതിന് മുൻപ് തന്നെ ഈ ആദ്യം കണ്ട ഗോപസ്ത്രീകൾ കയറി ഈ ഉണ്ണിയെ വാരിയെടുത്തു കൊണ്ടുവരുന്നു. കാരണം ഇത് യശോദാമ്മയുടെ ഉണ്ണിയാണോ ഈ ഗോപസ്ത്രീകളുടെ ഉണ്ണിയാണോ എന്ന് നമുക്ക് വിവേചിച്ചറിയുക ബുദ്ധിമുട്ടാണ്. അത്രമാത്രം ഈ ഉണ്ണിയെ അവരൊക്കെ അവരുടെ ഉണ്ണിയായിട്ടാണ്, അല്ല അവരുടെ ഉണ്ണികളേക്കാൾ മേലെയാണ് ഈ ഉണ്ണിയെ കണ്ടിരിക്കുന്നത്. തങ്ങളേക്കാൾ മേലെയാണ്, തങ്ങളുടെ പ്രാണനേക്കാൾ മേലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇത്രയും വലിയ അസുരരൂപിയായിട്ടുള്ള പൂതന ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോഴും ഈ ഭയാനകമായ രൂപത്തിൻ്റെ മുകളിൽ കയറി ഉണ്ണിയെ എടുത്തത്. ആ സംഭ്രമം ഒന്ന് വിട്ടതും യശോദാമ്മ വരാനോ അല്ലെങ്കിൽ ഉണ്ണിയുടെ അച്ഛനമ്മമാർ വരട്ടെ, നന്ദഗോപര് വരട്ടെ, വന്നിട്ട് വേണമെങ്കിൽ എടുക്കട്ടെ, ഞങ്ങളെങ്ങനെയാണ് കയറുക, ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് മാറി നിന്നില്ല. നേരെ അവർ കയറിയിട്ട് ഉണ്ണിയെ വാരിയെടുത്തു. കാരണം ഇത് തങ്ങളേക്കാൾ മേലെയാണ് തങ്ങൾക്ക്. അതുകൊണ്ട് ആ ഉണ്ണിയെ വാരി അങ്ങെടുത്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗ്രഹ്ണത ഗോപികാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 2 വരികൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഭയദ ഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലവേ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് തദുരസ്ഥല, അവിടെ ഇടയ്ക്കൊരു വിസർഗമുണ്ട്. ആ വിസർഗം എടുത്തു പറയണമെന്നില്ല. സ്ഥ എന്ന അക്ഷരത്തിന് നല്ല കട്ടിയിൽ വായിച്ചാൽ മതിയാവും. പിന്നെ അടുത്ത ഭവന്തമഗ്രഹ്ണത, ഭവന്തം അഗ്രഹ്ണത ആണ്. മായയുടെ അകാരം ശ്രദ്ധിക്കുക. ഗോപിക, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുകയും ചെയ്യുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാതനികേതനനാഥ മാമഗദയൻ കുരു താവക സേവകം. ഭുവനമംഗള, ഇവിടെ ഭുവനമംഗല ലായും കാണാം ലായും കാണാം. സംസ്കൃതത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട് ല എന്ന അക്ഷരമില്ല, അതുകൊണ്ട് തന്നെ അവിടെ ലായായിരിക്കും പ്രയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ ഭുവനമംഗല എന്ന് വായിക്കുന്നതാവും കൂടുതൽ ശരി, കാരണം ഇത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അപ്പോൾ ഭുവനമംഗല എന്ന് പറഞ്ഞാൽ ഈ ഭുവനത്തിന് മുഴുവൻ, ഈ ലോകങ്ങൾക്ക് മുഴുവനും മംഗളത്തെ നൽകുന്നവനെ, ഈ 3 ലോകങ്ങളിലും മംഗളമൂർത്തിയായി കുടികൊള്ളുന്നവനെ. നാമഭിരേവതേ, നാമഭിരേവ, നാമഭിഹി ഏവ, നാമഭിഹി ഭഗവാനെ അങ്ങയുടെ നാമങ്ങൾ, ഏവ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ, അങ്ങയുടെ ആ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ, തേ എന്നാൽ അങ്ങയുടെ, യുവതിഭിർ ബഹുധ, യുവതിഭിഹി ബഹുധ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് യുവതിഭിർ ബഹുധ.
യുവതിഭി എന്ന് പറഞ്ഞാൽ ആ ഗോപസ്ത്രീകളാൽ, ബഹുധ എന്ന് പറഞ്ഞാൽ നാനാപ്രകാരത്തിൽ, കൃതരക്ഷണ, രക്ഷണ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് കൃത ചെയ്യപ്പെട്ടവനായി, അങ്ങനെയുള്ള ത്വമായി, ത്വം ഐയാണ്, ത്വം അങ്ങ്, ഐ വാതനികേതനനാഥ, വാതനികേതനം ഗുരുവായൂര് നാഥ, ആ ഗുരുവായൂർക്ക് നാഥനായിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, മാം അഗതയൻ കുരു താവക സേവകം, മാം അഗതയൻ, മാം അഗതയൻ, മാം എന്ന് പറഞ്ഞാൽ എന്നെ, അഗതയൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനാക്കി, കുരു ചെയ്യണമേ, ആരോഗ്യവാനാക്കി തീർക്കണമേ, താവക സേവകം എന്തിനു വേണ്ടിയിട്ട്, അങ്ങയുടെ സേവ ചെയ്യുന്നതിനുള്ള ആരോഗ്യത്തെ അവിടുന്ന് നൽകണമേ, അങ്ങയുടെ ദാസനാക്കി അവിടുന്ന് തീർക്കണമേ. എനിക്ക് ആരോഗ്യത്തെ തന്നിട്ട് ഞാൻ മറ്റു ഭൗതിക വിഷയങ്ങളിൽ രമിക്കുന്നതിന് വേണ്ടിയിട്ടോ അതിൽ ചരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല ഭഗവാനെ, എനിക്ക് അവിടുത്തെ സേവ ചെയ്യുന്നതിനുള്ള ആരോഗ്യത്തെ അവിടുന്ന് നൽകണമേ. അങ്ങ് ആരാണ്? ഭുവനമംഗളമൂർത്തിയാണ്. ഈ 3 ഭുവനങ്ങൾക്കും മംഗളത്തെ നൽകുന്നവനാണ്. ഈ 3 ഭുവനങ്ങളിലും മംഗളസ്വരൂപിയായി വാഴുന്നവനാണ്. അങ്ങയുടെ നാമങ്ങൾ കൊണ്ട് തന്നെ, നോക്കൂ, അതും എടുത്തു പറഞ്ഞു, നാമഭിരേവ, അങ്ങയുടെ നാമങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഗോപസ്ത്രീകളൊക്കെ ഈ ഉണ്ണിയെ വാരി എടുത്തുകൊണ്ട് പോയിട്ട് എന്താ ചെയ്തത്? ഉണ്ണിക്ക് ഭയമുണ്ടായിട്ടില്ല എന്ന് ഉറപ്പാക്കണം, ഉണ്ണിക്ക് മറ്റു കേടുപാടുകളൊന്നും വന്നില്ല എന്ന് ഉറപ്പാക്കണം. ഈ വലിയ ശരീരം താഴേക്ക് മലച്ചപ്പോൾ അങ്ങനെ ശക്തിയായി വന്ന് പതിച്ചതല്ലേ, ഉണ്ണിക്ക് മറ്റു കേടുകളൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കണം. അതിനുവേണ്ടി എന്താ ചെയ്തത്? ആ രക്ഷ ചെയ്യുന്നതിനായിട്ട്, അതായത് നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് ഉണ്ണികൾ, നമ്മുടെ കുടുംബങ്ങളിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ നിർത്താതെ കരയുമ്പോൾ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉപ്പും മുളകും ഒഴിഞ്ഞിടുക, ഇതൊക്കെ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് എന്ന് പറയും അല്ലേ. ഇങ്ങനെയുള്ള പല പല എന്താ പറയുക, നാട്ടുവൈദ്യങ്ങൾ, നൊടുക്കുവിദ്യകൾ ഒക്കെ ചെയ്യുമായിരുന്നില്ലേ. ഇതേപോലെ ഈ ഗോപസ്ത്രീകൾ എന്താ ചെയ്തേ? ഉണ്ണിയെ എടുത്തുകൊണ്ട് പോയിട്ട് അവരുടേതായ രീതിയിലുള്ള രക്ഷാകർമ്മങ്ങളൊക്കെ തന്നെയും ചെയ്തു. പക്ഷെ ആ രക്ഷാകർമ്മങ്ങളൊക്കെ ചെയ്തത് എങ്ങനെയാണ്? തേ നാമഭിരേവ, അങ്ങയുടെ നാമങ്ങൾ കൊണ്ട് തന്നെയാണ്. അവരെന്തൊക്കെയോ ക്രിയകൾ ചെയ്യുന്നുണ്ട്, ചാണകം കൊണ്ട്, അതുപോലെ ഗോമൂത്രം കൊണ്ട് ഒക്കെ, അതൊക്കെ നമുക്ക് ഭാഗവതത്തിൽ വിസ്തരിച്ച് കാണാം. അവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെയ്യുമ്പോഴും അവരെന്തു പറഞ്ഞിട്ടാ? ഗുരുവായൂരപ്പ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ തുടങ്ങി ഗോവിന്ദ, കേശവ, ശ്രീഹരി ഭഗവാനെ, നാരായണ തുടങ്ങി മാധവ, ലക്ഷ്മീപതേ തുടങ്ങി ഭഗവാന്റെ നാമങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഉണ്ണിയുടെ രക്ഷയ്ക്കായിക്കൊണ്ട് അവരുടേതായ രീതിയിലുള്ള ഓരോരോ കർമ്മങ്ങളും അവർ ചെയ്തത്. ആ ഭഗവത് നാമത്തിൻ്റെ മഹത്വമാണ്. ആ നാമം ഒന്ന് മതിയാകും രക്ഷയ്ക്ക് എന്നുകൂടി കാണിച്ചു തരുന്നു. ഭഗവാന്റെ നാമം നമുക്ക് ഉച്ചരിക്കുവാനായാൽ മറ്റൊന്നും തന്നെ ഇല്ലെങ്കിലും അത് നമ്മളെ രക്ഷിക്കും. ആ നാമത്തിന് അത്രമാത്രം ശക്തിയുണ്ട്, മഹത്വമുണ്ട്. നാമത്തെ കൈവിടരുതേ എന്ന് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അന്തഃകാലേ നാരായണ സ്മൃതി, അവസാന കാലത്തും ആ നാരായണനെ സ്മരിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടെ ഓടി നടക്കുന്ന കാലങ്ങളിലൊക്കെയും നാരായണനെ സ്മരിച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ എന്തിൻ്റെ പിന്നാലെയാണോ നമ്മൾ ഓടിയത് അതുമാത്രമാവും അവസാന കാലത്ത് വീണ് കിടക്കുമ്പോൾ
ഉള്ളിൽ ഉള്ളിൽ വരിക, ഉള്ളിലുണ്ടാവുക, സ്മരണയിലുണ്ടാവുക. നമ്മുടെ ധനത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ ഒക്കെ പിന്നാലെ പോകുമ്പോൾ അവസാന കാലത്ത് എന്താവും ഉള്ളിൽ വരിക? ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ സ്വത്ത്, എൻ്റെ സമ്പത്ത്, എൻ്റെ പണം ഇതൊക്കെ ഇനി എന്തു ചെയ്യും, ഇനി ആര് കൊണ്ടുപോകും തുടങ്ങിയ ചിന്തയാവും. എന്നാലോ നമ്മൾ ജീവിക്കുന്ന ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാലം അത്രയും ഭഗവാന്റെ സ്മരണയിലാണ് കഴിഞ്ഞതെങ്കിലോ നാരായണ 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 എന്ന് ജപിക്കുവാൻ നമുക്ക് കഴിയും ആ വീണ് കിടക്കുന്ന സന്ദർഭങ്ങളിലും. അപ്പോൾ അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. തേ നാമഭിരേവ യുവതിഭിർ ബഹുധാ കൃതരക്ഷണ. ഭഗവാന്റെ തന്നെ നാമം ചൊല്ലിക്കൊണ്ടാണ് രക്ഷാക്രിയകളൊക്കെയും ചെയ്തത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അതായത് ഗോപസ്ത്രീകളാൽ രക്ഷയൊക്കെ ചെയ്യപ്പെട്ടവനായ, രക്ഷാകർമ്മങ്ങളൊക്കെ ചെയ്യപ്പെട്ട് രക്ഷ നിലനിർത്തിയതായിട്ടുള്ള ഗുരുവായൂരപ്പ. നോക്കൂ, അവിടെയും ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആ ഗോപസ്ത്രീകൾക്ക് കൊടുത്ത ഒരു വലുപ്പമുണ്ടല്ലോ, ഒരു മഹത്വം. ഭഗവാനെ രക്ഷ ചെയ്യാൻ മറ്റാർക്കാ കഴിയുക? ഭഗവാനാണ് സർവ്വതിൻ്റെയും രക്ഷകൻ. എന്നിട്ടും ഇവിടെ ഗോപസ്ത്രീകളാൽ രക്ഷ ചെയ്യപ്പെട്ട, രക്ഷാകർമ്മങ്ങൾ ചെയ്യപ്പെട്ട, ഭഗവാന്റെ തിരുനാമങ്ങൾ കൊണ്ട് രക്ഷാകർമ്മങ്ങൾ ചെയ്യപ്പെട്ട അല്ലയോ ഗുരുവായൂരപ്പ, എനിക്ക് അവിടുത്തെ സേവ ചെയ്യുന്നതിനുള്ള, അവിടുത്തെ ദാസനായിത്തീരുന്നതിനുള്ള ആരോഗ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ ഒരു ദശകം രചിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭുവനമംഗലനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാതനികേതനനാഥ മാമഗതയൻ കുരു താവകസേവകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നാമഭിരേവ, അവിടെ നാമഭി ഏവ ആണ്. രായുടെ അകാരം, ഏകാരം ശ്രദ്ധിക്കുക. പിന്നെ കൃതരക്ഷണ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത് മാമഗതയൻ, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനി ചേർത്ത് വായിക്കുവാൻ കഴിയാത്തവർക്ക് മാം എന്നവിടെ എടുത്തിട്ട് അഗതയൻ എന്ന് താഴെ വായിക്കാവുന്നതാണ്. ഇതിത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നമുക്ക് ഭഗവാൻ നമ്മളെ കൊണ്ട് ഈ 40ാമത്തെ ദശകവും ഒന്ന് അർത്ഥവിചാരം ചെയ്യിപ്പിച്ചു. ഭഗവാനുള്ള സമർപ്പണമായിക്കൊണ്ട് ഇത് 40ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ആ പാദങ്ങളിൽ ദാസരായി തീരുവാൻ ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.